മൂന്നാമത്തെ വാമപ്പ് ചോദ്യം. കണ്ണ് കാണുന്നവരും കണ്ണ് കാണാത്തവരും ഒരുപോലെ കാണുന്നുണ്ട്. ഒന്നുകൂടെ പറയാം. കണ്ണ് കാണുന്നവരും കണ്ണ് കാണാത്തവരും ഒരുപോലെ കാണുന്നത് എന്താണ്? സ്വപ്നം. അതാണ് കറക്റ്റ് ആൻസർ. ഇത് മൂന്ന് വാമപ്പാണ്. ഇനി രണ്ട് വാമപ്പ് ചോദ്യങ്ങളുണ്ട്. എത്ര നുള്ളിയാലും തല്ലിയാലും കരയാത്ത കുട്ടി? കരയാത്ത കുട്ടി. എത്ര നുള്ളിയാലും തല്ലിയാലും കരയാത്ത കുട്ടി? വാമപ്പുണ്ണി കറക്റ്റ് ആൻസർ. ലാസ്റ്റ് വാമപ്പ് ചോദ്യമാണ്. അത് കഴിഞ്ഞ ലാസ്റ്റ് വാമപ്പ് ചോദ്യം. നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റില്ല. അത് കറക്റ്റാണ്. ശബ്ദം. അപ്പൊ വാമപ്പ് ചോദ്യം കഴിഞ്ഞാണ് ഓവർ ടു എബി ഫോർ കോമ്പറ്റീഷൻ. ഞാൻ ചോദിക്കാം. ഉണ്ടാക്കുന്നവർ ഉപയോഗിക്കില്ല, വാങ്ങുന്നവർ ഉണ്ടാക്കുന്നവർക്ക് ഉപയോഗമില്ല, വാങ്ങുന്നവർ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കുന്നവൻ അറിയുന്നില്ല. ചോപ്പട്ടി തന്നെ. ചോദ്യം തുടങ്ങുമ്പോൾ ഉത്തരം പറയുക. ഉയർത്തുന്നതിന് മുമ്പ് താഴ്ത്തുന്നതെന്ത്? ഉയർത്തുന്നതിന് മുമ്പ് താഴ്ത്തുന്നതെന്ത്? ഉയർത്തുന്നതിന് മുമ്പ് താഴ്ത്തേണ്ടതെന്ത്? ചില അക്ഷരപ്പശകൊക്കെ ഉണ്ട്. ഉയർത്തുന്നതിന് മുമ്പ് താഴ്ത്തേണ്ടതെന്ത്? ആരെങ്കിലും ഉണ്ടോ? ഉയർത്തുന്നതിന് മുമ്പ് താഴ്ത്തേണ്ടതെന്ത്? എനിക്കാണ് വരുന്നില്ല. സമയം കഴിഞ്ഞു. കറക്റ്റാ. ഉയർത്തും അല്ല. ജോണി ചേട്ടൻ ഒരു പോയിട്ട് പതാക ജോണി ചേട്ടൻ കൈപൊക്ക. ആരും ഇഷ്ടപ്പെടാത്ത ദേശം.
ആരും ഇഷ്ടപ്പെടാത്ത പോയി. ഇല്ല 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 ആർക്കും യാത്ര ചെയ്യാനാവാത്ത ബസ്. കൈപൊക്കിയില്ല, ഇവിടെ കൈപൊക്കിയാണ് പോയി. നിങ്ങളുടെ മുമ്പിലുണ്ട്, അത് പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നിങ്ങളുടെ അല്ല അല്ല പിന്നെ മീശയായിരിക്കും. നിങ്ങളുടെ ഭാവി 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 എങ്ങനെ എഴുതിയാലും ശരിയാകാത്ത വാക്ക്. ശരിയാണോ? വായ നോക്കാൻ ബിരുദമെടുത്തതാണ്. കൈവക്കില്ല. അങ്ങനെ സൈഡ് കേട്ടോ, സൈഡാണ്. വാക്ക് പറ, വീണ്ടും ചായാണോ? മലച്ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മധുപകരു. മലച്ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മായല്ലേ മഴയല്ലേ നീല നിലാവൊലിയേ. നീ നീലഗിരിയുടെ ജ്യോതിർമയ ഉഷസിന വെള്ളിക്കാമരത്തി
സത്യം ശിവം സുന്ദരം ഒരു നീയം ലോലമാമി ഏകതായും ഒന്നിലവേൽക്കൂ ഒന്നിലവേൽക്കൂ പോയാ വീണ്ടും സാ തുള്ളിക്കുയിലെ ഓടി മോഹങ്ങൾ തന്നോ മോഹങ്ങൾ തന്നോ വന്നു പോയാണോ അല്ലേ പാവാട വേണം മേലാട വേണം പഞ്ചാര പനങ്കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണു നീ നമുക്ക് മുത്താണു നീ നമുക്ക് ഞമ്മക്ക് ഞാൻ കേൾക്കുന്നതാണല്ലേ കൊണ്ടുപോകും അല്ലേ കായല്ലേ കാ കായലരികത്ത് പലയെറിഞ്ഞ പലകിലുക്കിയ സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോ ഒരു നയനേ ചാ ചാ ചായയുടെ ചാ കമ്പോളത്തിൽ വെച്ച് നിന്നെ കണ്ടപ്പോ കാലടയിൽ കുറിയുവാങ്ങി നീ നടക്കുമോ 4000 പവനുകളും നിന്റെ വേലിയിൽ ഒരു നല്ല കസവും മറന്നു പോയി മാണിക്യ വീണയുമായ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ എല്ലാരും പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ പൂവേ പറയൂരി തിളങ്ങൂരി വാ പൂങ്കരളെ പാ
പാടന്നെ പായ പച്ചപ്പഴങ്ങത്തെ പാടുക നമുക്ക് ഏതാ പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം പഴയ കാര്യം ഓർത്തൊന്ന് പാടിക്കണം നല്ല പാടാൻ പറ്റും ഗാനം പ്രാണനൊരുകും ഗാനം ഗാനം പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം എന്നോട് ഗാ പണ്ടത്തെ പേര് വെച്ച് പാടില്ല എങ്ങനെ പാടിക്കേ ഞങ്ങൾ പാടും തോറ്റോ തോറ്റോ ഞങ്ങൾ പാടാം പാടിക്കാം സംഗമ സമതല ഭൂമി സുന്ദര ഭൂമി സ്വതന്ത്ര ഭാരത ഭൂമി ഹരണയുടെ ഭാ നാമായി മാറ്റിയ ജന്മ ജനമല്ലോ ഭാരതമെന്നടുവിൽ കേരളമൊരു പിടി മണ്ണല്ലോ വരൂ മധുരം തരൂ അരുമപ്പോടിയിൽ നീ തേടുവതാരെ ആരെ മാനസമൈതേ വരൂ വാ വാ അടിയോ ഓർമ്മയില്ല സാഗരങ്ങളെ പാടിയാ സന്ധ്യ പാടിയില്ലേ നിങ്ങൾ മുമ്പാക്കി എങ്ങനെ പറഞ്ഞു പാടിയോ രജനില്ല മായാവണം മാ നമുക്കാ ഞങ്ങളുടെ പേരാ മാടപ്രാവീവാ ഒരു കൂട്ടാൻ വാ ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരികയാണോ മാടപ്രാവീവാ വാ ഇടത്തോട്ട് ആൾക്കാർ നോക്കിക്കോണം ഇടയ്ക്ക് നല്ല വ്യൂ ആണെങ്കിൽ ക്യാമറയിൽ പിടിക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് കാണാം ഓ
വായർന്ന് വാടിക്കേ വാ. വാനിലെ വാരൊളി കാരണങ്ങളത്രയും വാരി വിതറിയ മാനുഷനായപ്പോൾ വേല ചെയ്യുന്നത് മറക്കേടുന്നു കരുതിയില്ല. നമ്മുടെ സൈഡാ കാ അറിഞ്ഞതാ ഇപ്പൊ ചായോട് ഇരിപ്പുണ്ട്. പിള്ളേരുടെ ഭാഗം അത് വളരാറിയില്ലോ. എനിക്ക് തന്നെ കാണും. പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താവരമൊട്ടായിരുന്നു താവളി പ്രായത്തിൽ പാരിഞ്ഞത് ായിരുന്നു നീ അല്ലേ ഞങ്ങ നീ അതങ്ങേ സൈഡ് ഞങ്ങളുടെ സൈഡ് നാളെയാകുമ്പോ ചെയ്തിനോ ഞാൻ വേണ്ട. അത് പാടിയില്ല നാമാകുന്നു പാടിയോ നീ എന്തിനാവോ പൂവോ നിലാവോ നാണം തുളുമ്പും പൂന്തേൻ കണം. മഞ്ഞളാടിയ രാവിന്റെ സുന്ദരി ഞാനും ചേർന്നിരുന്ന ഓണം ഓയ കൊമ്പത്തോരു ഞാനിലാടി വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു.
എല്ലാവരുടെയും പ്രത്യേകതയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു 5-10 മിനിറ്റിനകം നമ്മൾ വാഹനം വ്യൂ പോയിന്റ് എത്തിച്ചേരുന്നതാണ്. അവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാനാണ്, ലെഫ്റ്റ് സൈഡിലാണ് വ്യൂ മുഴുവനുള്ളത്. നമ്മളവിടെ സ്റ്റോപ്പ് ഓവർ ഉണ്ട്. നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാവുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആവുണ്ട്. പിന്നെ ഫാമിലി വൈസ് ഇൻഡിവിജ്വൽ എടുക്കേണ്ടവർക്ക് എടുക്കാം. പക്ഷെ നമ്മുടെ ഇത്രയും യാത്ര ചെയ്യുന്ന 26 പേരെയും ചേർത്തുള്ള ഒരു മനോഹരമായ ചിത്രം അവിടെ നമുക്ക് എടുക്കാവുന്നതാണ്. താങ്ക് യു. നുറുങ്ങുകൾ, യാത്രാവിവരണങ്ങൾ, തമാശകൾ, വ്യൂ പോയിന്റിന് അല്ല യൂണിക്കുന്നല്ലേ ഇവിടെ വണ്ടി ഇട്ടേച്ച് ഗ്ലാസ് അടച്ചിട്ട് കേട്ടോ എല്ലാവരും സൈഡ് തുറന്നു. എല്ലാവരും ഇറങ്ങുന്നതിന് മുമ്പ് അവരവരുടെ സൈഡിലുള്ള ഗ്ലാസ് അടച്ചിട്ട് കയ്യോടെ എടുത്തു മഴ പോകും. കയ്യോടെ ഫോട്ടോ ഒക്കെ എടുത്തു. ഇങ്ങനെ മഴ എന്തായാലും ബാ ഇങ്ങോട്ട് വരാം. എടുത്തോ ആരാ ഫോട്ടോ എടുക്കുന്നു? ഇവിടെ ആടെല്ലാം കിട്ടുകയും ചെയ്യും. പിള്ളേർ ഇവരൊക്കെ
മകളെ വമ്പെഴും നിന്റെ പുരിക കൊടിയുടെ അമ്പുകൊണ്ടു ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞുപോയി. കുടവുമായി പുഴ കടവിൽ വന്നെന്നെ കടവിലാക്കിയ വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്റെ അരുമ സഹിതന്യതര കാന്തിയോ ഓമലേ പറയൂ നീ പിന്നിൽ നിന്നും പാറി വന്ന ലാവണ്യമേ വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്റെ അരുമ സഹിതന്യതര കാന്തിയോ ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം പൊഴിഞ്ഞ സുമം പൂത്തു വിടന്നു ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം പൊഴിഞ്ഞ സുമം പൂത്തു വിടർന്നു ഗാനമായി നീ ഉണർന്നു മുഖമാമെൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു ഹൃദയ മൃദുല തന്ത്രിയേന്തി ദേവാമൃതം വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്റെ അരുമ സഹിത നഗര കാന്തി രതി നദിയിൽ ജലതരംഗം നീളെ മുഴങ്ങി മലരിതളിൽ മണിശലഭം വീണുമയങ്ങി രതി നദിയിൽ ജലതരംഗം നീളെ മുഴങ്ങി നിറുമിൻ പ്രാണനിൽ നീ അസതൻ തേനൊഴുക്കി നിറുമിൻ പ്രാണനിൽ നീ അസതൻ തേനൊഴുക്കി പുളകമുകുളമേന്തി രാഘവന്ദാവനം വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്റെ അരുമ സഹിത നഗര കാന്തിയോ ഓമലേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്റെ അരുമ സഹിത നഗര കാന്തിയോ ഇതിനൊക്കെ ഏറ്റവും നല്ലത് ഇപ്പോൾ ഗാർഡനിലങ്ങനെ പോകുന്നതാ. ഗാർഡൻ ആ അതാ നല്ലത്.
ലഞ്ച് കഴിച്ചതിന് ശേഷം അതിനുശേഷമുള്ള പ്രോഗ്രാമിനെ പറ്റി പറയാം. ജെൽസ് പുറകോട്ട് വരും. വേണ്ട വേണ്ട വേണ്ട. ഞാൻ നോക്കുമ്പോ ലീഡ് കീഴടക്കി എടുത്ത് ചെത്തുവന്നാ ഞാൻ ആർക്കെങ്കിലും നാരങ്ങാമുട്ടായി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, മുന്നിലേക്ക് സെർവ് ചെയ്യുന്നതാണ്. നാരങ്ങാമുട്ടായി വേണ്ട ഒരു കൈ വയ്ക്കുകയൊന്ന് കൈ വയ്ക്കുന്നുണ്ടോ? എല്ലാവരും കഴിക്കാൻ പോവാ. നവംബർ മാസം കളത്തിപ്പടി ക്രിസ്തുരാജ വാർഡിനെ സംബന്ധിച്ച അഭിമാന അർഹമായ ദിവസം തന്നെയാണ്. കാരണം 1925 നവംബർ മാസം 23-ാം തീയതിയാണ് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായെ രാജ്യത്തെ തിരുനാൾ കൊണ്ടാടാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് രാജ്യത്ത്
നമ്മുടെ കർത്താവായ ഈശോ മിശിഹ തൻ്റെ രാജത്വത്തിൻ്റെ 100-ാം വർഷം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. നമ്മൾ ആഘോഷിക്കുന്ന ഒരു ദിവസം. ആ ദിവസം തന്നെ നമ്മുടെ തോണിയായി തിരഞ്ഞെടുത്ത കളത്തിപ്പടി ക്രിസ്തു രാജാവാടിലെ എല്ലാ ഭാരവാഹികളോടും ഹൃദയമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് എത്തിച്ചേർന്ന ഓരോ മെമ്പേഴ്സിനോടും നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയമായ സന്തോഷം അറിയിക്കുന്നു. എഴുന്നേൽപ്പിക്കാത്തവരോട് നന്ദി പറയും. ഏതായാലും ഇന്നത്തെ ഇങ്ങനെയൊരു നമ്മുടെ ക്രിസ്തു രാജാവിന്റെ തിരുനാളിന് തന്നെ നടത്താൻ സാധിച്ചത് ദൈവത്തോട് പ്രത്യേകം നന്ദി പറയുന്നു. ദൈവാനുഗ്രഹം, ക്രിസ്തു രാജാവിന്റെ ദൈവാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയും ചെയ്യുന്നു. കേട്ടിട്ടില്ല പറഞ്ഞാ അടുത്ത 2 ദിവസത്തേക്ക് നിങ്ങൾ രണ്ടുപേരും വീട്ടിന് പുറത്തിറങ്ങുമ്പോൾ ഹെൽമെറ്റ് വെച്ച് ഇറങ്ങുക. അപ്പം ഈ പറയുന്ന ചട്ടിയർ ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ സിബി സ്കൂൾ കോളേജ് കാലഘട്ടത്തിലെ ചാബല്യങ്ങളെ പറ്റി ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്നതാണ്. ചാബല്യങ്ങളിൽ നിന്നും എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്ന് പിള്ളേർക്കുള്ള ക്ലാസ് നടത്തുന്നതാണ്. സിബി വാങ്ങിക്കെടുത്താലേ പിന്നെ ബാക്കി ആർക്കും പറയാൻ പറ്റില്ല. അവിടെ ചെന്നാലും നിൽക്കില്ല. ഇല്ല അവിടെ പറഞ്ഞാൽ പുറകിൽ പറഞ്ഞു പോരട്ടെ. ഞാനിന്ന് ചെറിയൊരു കഥയാണോ അറിയില്ല കേട്ടോ. ഞാൻ കേട്ടൊരു കാര്യമാണ്. ആരും കളിയാക്കുന്നൊന്നും അല്ല കേട്ടോ. ഞാൻ കേട്ടൊരു കാര്യം ചുമ്മാ ഒന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ. ആരും കളിയാക്കുന്നൊന്നും അല്ല. അപ്പൊ ആരെങ്കിലും കേട്ടിട്ടുള്ളതാണെങ്കിൽ ഒന്ന് പറയുകയും ചെയ്യണേ. കുറേ സിസ്റ്റേഴ്സ് എന്നിട്ട് പിതാവിനോട് പറഞ്ഞ് ഞങ്ങൾക്ക് കൂടെ കുമ്പസാരിപ്പിക്കാനുള്ള ഒരു അവസരം തരണമെന്ന് പറഞ്ഞേ. അപ്പൊ പിതാവ് പറഞ്ഞു എന്നാൽ ശരി, ഞാനിന്ന് ആദ്യം ഇത് പരീക്ഷിക്കട്ടെ എന്ന് പറഞ്ഞേ. അപ്പൊ അവിടുത്തെ മദറിനോട് പറഞ്ഞു ഞാൻ കുമ്പസാരിക്കുന്നുണ്ട്, മദറിന്റെ അടുത്തത് കുമ്പസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞേ. കാര്യം കളിയാക്കുന്നുണ്ടല്ലോ. ഞാൻ കേട്ടൊരു കാര്യം പറയുന്നത് അതൊരു ശരി എന്ന് പറഞ്ഞിട്ട് മദറിനോട് പിതാവ് പറഞ്ഞു ആണുങ്ങളെല്ലാം പൊതുവായിട്ട് ചെയ്യുന്ന ഒരു തെറ്റ് ഞാൻ ചെയ്തു പോയി, അതിനൊരു പ്രായശ്ചിത്തം തരണമെന്ന് പറഞ്ഞേ. അപ്പൊ സിസ്റ്ററിന് മനസ്സിലായില്ല ഇത് എന്നെ ചെയ്യുന്ന സംഭവം എന്നാണെന്ന് മനസ്സിലായില്ല. അപ്പൊ പിതാവ് പറഞ്ഞു എന്നാൽ ഇന്ന് വേണ്ട, അടുത്ത ഞായറാഴ്ച പ്രായശ്ചിത്തം തന്നാൽ മതി എന്ന് പറഞ്ഞേ. അപ്പം എല്ലാവരും അപ്പൊ സിസ്റ്റർ ഇങ്ങനെ ഇങ്ങനെ ആലോചിക്കുക. അപ്പൊ സിസ്റ്റർ അവിടുത്തെ ഏറ്റവും മുതിർന്ന ഒരു സിസ്റ്ററിനോട് പറഞ്ഞു പിതാവ് ഇങ്ങനെ പറഞ്ഞു അതിന്റെ പ്രായശ്ചിത്തം എന്താ കൊടുക്കേണ്ടത്, അത് എന്നാ സംഭവം എന്നാന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്ററും പറഞ്ഞത് എന്നായിരിക്കും എനിക്കും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം അവരെല്ലാരും കൂടെ അന്നേരം അവിടുത്തെ കുശിനിക്കാരത്തിയോട് ചോദിച്ചു നോക്കാന്ന് പറഞ്ഞു. അപ്പൊ കുശിനിക്കാരത്തിന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചാൽ ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും എന്ന് പറഞ്ഞു. അന്നേരം കുശിനിക്കാരത്തെ വെച്ചപ്പോൾ അവർക്കും അറിയത്തില്ല. അപ്പൊ ഇത് ആർക്കും അറിയത്തില്ല. ഇപ്പൊ പിറ്റത്തെ ഞായറാഴ്ചയായി പിതാവ് കുർബാന ചെല്ലാൻ വേണ്ടി പള്ളിയിലേക്ക് വരുവാണ്. ഇപ്പൊ പള്ളിയുടെ പരിസരത്തെല്ലാം ഒരുപാട് ആൾക്കാർ. അപ്പം പിതാവ് ചോദിച്ചു ഇന്നെ ഇവിടെ എന്നെ ഇതിന്റെ പരിപാടി ഇത് എല്ലാ ദിവസത്തേക്കാളും കൂടുതൽ ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം കപ്പേരോട് ചോദിച്ചു എന്നാ സംഭവം എന്നാന്ന് ചോദിച്ചു. അപ്പൊ കപ്പേര് പറഞ്ഞു പിതാവ് ചെയ്ത കുറ്റം എന്നാന്ന് അറിയാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പൊ എന്നെ അതൊന്ന് പിതാവ് എല്ലാവരോടും കൂടെ പറയണമെന്ന് പറഞ്ഞു. അപ്പം പിതാവ് സിസ്റ്ററിനെ ഒന്ന് നോക്കി. കഴിഞ്ഞോ? ഞാൻ എനിക്ക് ഫോൺ വന്നു കേട്ടില്ല.
ഞാൻ ഇടയ്ക്ക് ഫോൺ വന്നു. ഞാൻ ആ കഥ കേട്ടില്ല. ഞാൻ ഈ പച്ചാനോട് കേട്ടോണ്ടിരിക്കും. ഈ പച്ച എന്നെ സംസാരിച്ചോണ്ടിരിക്കുക. ഗ്രേസി ആൻറ്റി നെക്സ്റ്റുമില്ല. നെക്സ്റ്റ് പുത്തന്നില്ല. ആൻറ്റി വന്നു. ആരാണ് ആൻറ്റിയുടെ കൊടുക്കാം. എന്തായാലും ഉണ്ട്. ആലോചിച്ച് നോക്കിയേ. ആ ആൻറ്റി ഭയങ്കര തമാശക്കാരൻ. ഒത്തിരി പറയാനുള്ളതാണ് ആൻറ്റിക്ക്. ഏത് പറയുന്നുണ്ട് ആൻറ്റിയുടെ കെബി? ഞാൻ പറയാൻ തന്നെ അറിയാം. ഇതിനകത്ത് ഏത് പറയാൻ പറ്റുമെന്നുള്ള എന്റെ കണ്ണി. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഏറ്റവും മൈൽഡായിട്ട് തപ്പിക്കൊണ്ടിരിക്കുക. എനിക്ക് സമയം വേണം. അവസാനത്തെ ഉറങ്ങിയിരിക്കുന്നേ. സാറന്മാര് പറ. സാറന്മാരാ ഏറ്റവും നല്ല. ഞാൻ കാര്യം പറയാം. വേറൊരാളുടെ പറയാമല്ലോ. വേറെ പിള്ളേരുടെ കാര്യമാണോ അങ്ങനെ ആരെയും ജാരി ഒരു പറഞ്ഞു തരണം. അതെ അതെ. ഹലോ പറഞ്ഞോ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാമേ. ഒരു 4-5 വർഷം മുമ്പ് ഉണ്ടായൊരു കാര്യമാണ്. എന്നെ എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ തൊഴിലും. അപ്പോൾ ഞാനൊരിക്കലും ഓഫീസിൽ ഇരിക്കുന്നത് ഒരു 10-45 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ അതൊക്കെ ഓഫീസുകാർ വന്നു. അപ്പം വണ്ടി വന്ന് സാറിന് വന്നു കയറി ഒന്നും വലിയ നമുക്ക് ഇരിക്കാൻ പറഞ്ഞു. ഇരിക്കുന്നുണ്ട് വലിയ ഭാഗത്തെ ബഹുമാനമൊക്കെ കാണിച്ചു. അതെ എന്താ പറഞ്ഞു. അതെ സാറ് സഹായിക്കുക. അതെ സാറ് എനിക്കൊരു കിഡ്നി ഡെവലപ്മെൻറ്റ് തരണം. സാറ് എനിക്കൊരു കിഡ്നി ഡെവലപ്മെൻറ്റ് തരണം. മാത്രം ഞാനിങ്ങനെ അത് കഴിഞ്ഞ് എന്നാ മനസ്സിലായില്ലോ. ഒന്നുകൂടെ പറയുന്നത് ഇതാണ് സാർ വലിയ ഉപകാരം. കിഡ്നി ഡെവലപ്മെൻറ്റ് തരണം. അത് മാത്രം വേറെ ഒന്നും വേണ്ട. ഞാൻ ഓർമ്മ ദൈവമേ ഈ നല്ലവരായിട്ടൊന്നും ഇങ്ങനെ വഴി അവരിൽ ഈ 10-65 വയസ്സായപ്പോഴാണോ തമിഴാന് നമ്മളെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ ഓർത്ത് പിടി കിട്ടുന്നില്ല. ഇതിനെ കാണുമ്പോഴേ തന്നെ അറിയാം ഒരു വലിയ വിദ്യാഭ്യാസമോ വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ഒരു അപ്പോൾ എനിക്ക് പിടി കിട്ടുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു ഇതാ ഇപ്പം ഇങ്ങനെ തോന്നാൻ ഇങ്ങനെ തോന്നാൻ കാരണം അപ്പം പറഞ്ഞു അതെ സാറേ ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചേട്ടൻ രണ്ടിൽ വന്നിട്ട് ഒരു വീടൊക്കെ വെച്ച് അതങ്ങോട്ട് അടുത്ത സാധനങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഈ കുട്ടി കണ്ടിട്ട് മാത്രം അപ്പം നമുക്ക് പിടികിട്ടി. ഒന്നുമല്ല ഈ റെഗുലേറ്റർ എന്ന് പറയുന്നത് മാത്രം പറഞ്ഞാൽ ഇവർക്ക് നാക്ക് വളർന്നില്ല. അതാണ് അവർ ഈ ലെവലപ്പ് എന്ന് പറയുന്നത്. ഏതൊന്നും പൊട്ടിയില്ല.
ഈ പ്രായത്തിലെല്ലാം രണ്ടുകൊണ്ടായി ആ കാലം കഴിഞ്ഞു പോയി. എന്തായാലും അവർ പറഞ്ഞു പോകാൻ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് അതേ വേറൊന്നുമല്ല. പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ കാലത്തിന് മുമ്പ് ഈ LPG കമ്പനി എടുക്കുമ്പോഴാണ് ഈ സ്റ്റവും മറ്റു സാധനങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കണമെന്ന് നിർബന്ധിച്ചിട്ട് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിൽ 21-ാം നൂറ്റാണ്ടായി എനിക്ക് അറിഞ്ഞില്ല. അതാ ഇപ്പോഴും അങ്ങനെയാണോ ഓർത്തത്. സാറ് വലിയ സഹായമൊന്നും ഇടയ്ക്ക് ഇത് ചെയ്യുന്നുള്ള കാര്യം ഒക്കെ വന്നതാണ്. അപ്പോൾ വീട്ടിലെല്ലാം തീർന്നു. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. പറയാം സെൻസറി പറഞ്ഞാൽ മതി. സെൻസറൊക്കെ പറയാൻ ഒത്തിരിയുണ്ട്. ഇന്നലെ വാട്സാപ്പിൽ വന്നൊരു ജോക്ക് ഞാൻ വായിക്കാം. ബസ്സിലെ സീറ്റ് കിട്ടാതെ നിന്നിരുന്ന ചേച്ചിയോട് കണ്ടക്ടർ, ചേച്ചി മുന്നിലേക്ക് എന്ന് കമ്പിൽ ചായ നിന്നോളൂ, അടുത്ത സ്റ്റോപ്പ് എത്തുമ്പോൾ കുട്ടികളുണ്ടാവും. ഇത് കേട്ട ചേച്ചി, കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി, ഇനി ഇതും കൂടി ഒന്ന് നോക്കിക്കോളാം. പുഷ്പയാന്റെ കണ്ണ് കാണി ഇനി മേലെ മൈക്കൊടുത്തേക്കരുത്. തിരിച്ചു അറിയാണല്ലേ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ അഭിമാന പരിപാടിയായ മലയോര ഹൈവേയിൽ കൂടിയാണ്. ഇത് കുട്ടിക്കാനം എത്തിയ ഉടനെ തന്നെ ഒരു 15 കിലോമീറ്ററിനും കുട്ടിക്കാനം എത്തും. അവിടെ നമ്മൾ സ്പൈസസ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നിർത്തുന്നതായിരിക്കും. അതിനുശേഷം പാഞ്ചാലിമേട് ശേഷം മുറിക്കിതാവിന് ജിൽസിൻ്റെ അനുഭവകഥകളിലേക്ക് എനിക്ക് അനുഭവങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. ഞാൻ അങ്ങനെ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതേ നമ്മുടെ ക്വസ്റ്റ്യൻ അതുകൊണ്ടിട്ട് ആൻസർ പറഞ്ഞല്ലോ. ആൻസറിൻ്റെ അടുത്തൊക്കെ അറിയുള്ളൂ. ഞാൻ ആൻസർ പറയുമ്പോൾ എന്നാൽ പുതിയൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒരു 40 കിലോയുള്ള ഒരു കല്ല് താഴെ വീണ് പൊട്ടി 4 കഷ്ണങ്ങളായിട്ട് പൊട്ടി. ആ 4 കഷ്ണങ്ങൾ ഉപയോഗിച്ച് 1 മുതൽ 40 വരെയുള്ള എല്ലാ തൂക്കങ്ങളും നമുക്ക് തൂക്കാൻ പറ്റും. ഒരു ബാലൻസ് കിട്ടും. അങ്ങനെ 4 കഷ്ണങ്ങളുടെ കിലോ അത് അരേ മുക്കാലും തൂക്കാൻ പറ്റത്തില്ല. ഗോൾഡ് നമ്പേഴ്സ് മാത്രം. ഒന്ന് മുതൽ 40 വരെയുള്ള 1, 2, 3, 4 അച്ഛന് പോട്ടെ. അല്ല,
അടുത്ത വരുന്നവർക്ക് സമ്മാനം കൊടുക്കാൻ നമ്മൾ വേണ്ടിയിട്ടില്ലേ? ഇവർക്കും സിമ്പിളായിട്ട് കേട്ടോ. 40 കിലോ ഉള്ള ഒരു കല്ല് അല്ലെ ഒരു കട്ടി താഴെ വീട് 4ആയിട്ട് പൊട്ടി 4 കഷ്ണങ്ങളായിട്ട് പൊട്ടി. ഈ 4 കഷ്ണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് 1 മുതൽ 40 വരെയുള്ള എല്ലാ തൂക്കങ്ങളും ബാലൻസ് വെച്ച് നമുക്ക് പറ്റും. 4 കൂട്ടിയാൽ 40 ആയിരിക്കണം. 4 കൂട്ടിയാൽ 40 ആയിരിക്കണം. ചെറിയ പല ഒന്ന് നോക്കാം. നമ്മുടെ ഒരു കെട്ടി എടുത്തോട്ടെ. ഒന്ന് അതിന്റെ ആവശ്യം വരില്ല. അത് 10-9 വെച്ചാൽ ഒന്ന് കിട്ടും. അതെ അതെ പുകയല്ലോ അല്ലെ ചിലയിടത്തുനിന്നൊക്കെ പുക പൊങ്ങുന്നുണ്ട് പറയുന്നത്. ഞാൻ ഏതായാലും ആലോചിക്കുന്നില്ല. ഉള്ള തലമുടിക്ക് പോകണ്ടല്ലോ. ഒരു കിലോ തരാം. ഒരു കട്ടി 1 കിലോ. ഒരു കേട്ടില്ല, ക്ലൂ കേട്ടില്ല. ഒരു കട്ടി 1 കിലോ. അവർക്ക് 1 കിലോയുടെ അത് നമുക്കറിയാം. ബാക്കിയുള്ള അറിയില്ല. ഒരു കിലോ കൂടെ പറഞ്ഞു ഒന്നിട്ട് പറയുന്നില്ല. ഒരു ക്ലൂ പറയാനുള്ളത്, അതായത് കട്ടി നമ്മൾ ഗ്ലാസ് നമ്മള് ബാലൻസ് 2 സൈഡ് ഉപയോഗിക്കാം. അത് മനസ്സിലായി. അതൊക്കെ വഴി കിട്ടി. അത് വഴി കിട്ടി. ഇവിടെ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു കേട്ടോ. ബേബി സമ്മാനം 1, 3, 9, 27. ഏത് വേണേലും തൂക്കാം കേട്ടോ. 1, 3, 9, 27 ചോദിച്ചാൽ നോക്കിയിട്ടാണ്. കോളേജിൽ ചെന്നു. ഞാനപ്പം ഒരു വർഷം എനിക്ക് ഡിഗ്രി കഴിഞ്ഞു. വെള്ളച്ചാട്ടം ആൻറ്റി ചോദിച്ചോട്ടെ. വെള്ളച്ചാട്ടം വെള്ളം ഇല്ലതാ. വെള്ളം കുറവാണ്. ഇപ്പുറത്ത് വരെ ഇതന്നെ പറഞ്ഞാണ് വെള്ളച്ചാട്ടം. പിന്നെ എൻ്റെ ഒരു സ്വാധീനം അറിയോ, ഞാൻ ഈ പറഞ്ഞ കഥ ഒരു നീണ്ട കഥ പോലെ അതിൻ്റെ പിരിവുകളും ഒക്കെ പറഞ്ഞേ പോവുള്ളൂ. അപ്പൊ ഇടയ്ക്ക് ചന്തിത പോയിന്റ് പറയണം. എനിക്കൊക്കെ അറിയാതെ കറക്റ്റ് നിന്ന് പിടിച്ചാൽ എനിക്ക് പിടിക്കും. അപ്പം കൊറോണത്തിൽ ചെന്നു. അപ്പം നമ്മുടെ സീനിയേഴ്സ് എൻ്റെ കൂട്ടുകാരാണ്. ഇവിടുത്തെ നമ്മുടെ അലമ്പർ ഉണ്ടായിരുന്നമാരൊക്കെയാണ് അവിടുത്തെ നമ്മുടെ സീനിയേഴ്സ്. അതുകൊണ്ട് എനിക്ക് റാങ്ക് കിട്ടിയില്ല. അപ്പം നമ്മളവിടെ ഒരു സ്വാതന്ത്ര്യം നടക്കുക. അപ്പോൾ ക്ലാസ്സിൽ ചെന്നപ്പോൾ ഇതുപോലെ ഞങ്ങൾ നോക്കിയപ്പം കുറച്ചുപേരെ പരിചയപ്പെട്ടു. അപ്പോൾ വേറൊരു അവനെ പരിചയം അവന് ഇതുപോലെ റിപ്പീറ്റ് ചെയ്താണ്. 2ാം ചാൻസ് വരുന്നതാണ്. അവൻ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പഠിച്ചതാണ്, മിസ്റ്റർ കോളേജ്. അപ്പം യൂസഫ് പറഞ്ഞു വേറെ. ഇപ്പോഴും ഞങ്ങൾ അന്നും പറയുന്നതാണ് 2 ആത്മാവും 1 ശരീരം. അല്ല, 1 ആത്മാവും 2 ശരീരം അങ്ങനെ നടക്കുന്ന 2 പേരാണ്. അപ്പോൾ ഇവനാണ് കൂട്ടുകൂടി. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ ഒരു ചെറിയ കാര്യം പറയാം.
ഞാൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഓരോ കൂട്ടുകാർ വീട്ടുകാർക്ക് വേണ്ടിയാണ് നമ്മൾ ആദ്യമായിട്ട് ഹോസ്റ്റലിലേക്ക് പോകുന്നു. ഇത്രയും ദൂരം അന്നത്തെ കാലത്ത് കോതമംഗലം വരെ പോകണമെങ്കിൽ അവിടെ അടിമാലി ബസ് TMS ബസ് മാത്രമേ ഉള്ളൂ. ഇതിൽ 2-2.5 മണിക്കൂർ ഫോണൊന്നുമില്ല, ലാൻഡ് ഫോണേ ഒന്നുള്ളൂ. അപ്പം വീട്ടിൽ വന്നിങ്ങനെ വിശേഷങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിങ്ങനെ കൂട്ടുകാരൊക്കെ ആയോ. അപ്പം ഇന്നത്തെ കാലത്തും കാരണങ്ങൾ അറിയാതെ കൂട്ടുകാരെ നോക്കി നല്ല കൂട്ടുകാർ വേണം അങ്ങനെ ഉപദേശിച്ച് നമ്മളെ വിടുന്നത്. അപ്പം അറിയാമല്ലേ, അതൊക്കെ ഡ്രൈവർ അറിയാമല്ലേ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു വീട്ടിൽ നിന്ന് പറഞ്ഞിങ്ങനെ യൂസഫ് എന്ന് പറഞ്ഞൊരു പയ്യനെ ഇങ്ങനെ അവനാണ് വീട്ടിൽ. അങ്ങനെ എൻ്റെ ഫാദർ പറഞ്ഞു മുസ്ലിങ്ങളൊക്കെ അധികം കൂട്ട് കൂടണ്ട. അവർ ഫാദറിനോട് പറഞ്ഞൊരു കാര്യം, അവരുടെ ഇടയിൽ ഞാൻ നമ്മളെ സ്നേഹിച്ച നക്കിക്കൊല്ലും അല്ലെ ഞെക്കിക്കൊല്ലും. അപ്പം അങ്ങനെ പറഞ്ഞു. എന്താണ് ഞാൻ ഇവനുമായിട്ട് ഇങ്ങനെ കൂട്ടുകൂടി. ഞാൻ ഇതിനെ കുറച്ച് ഇവരോട് തന്നെ പറഞ്ഞത് ഫാദർ വളർത്തുന്നത് ഇവരോട് പറഞ്ഞില്ല, അത്രയും അടുക്കണ്ട എന്ന് പറഞ്ഞു. അത് സലാറാ പറഞ്ഞാൽ വാചാരിയോട് പിന്നെ ഇടയ്ക്കല്ല സ്ഥിര കൈ നോക്കിയുള്ളൂ. എന്നിട്ട് ഇവന്റെ കൂട്ടത്തിലാണ് കൂട്ട്. അപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് ഈ കോളേജ് ടൗണിലോട്ട് പോകുന്ന ഒരു കോളേജിൽ ഒരു കിലോമീറ്റർ കട്ടിയുണ്ട് ഒരു പേയിങ് ഗസ്റ്റ് ഒരു വീട്ടിലാണ്. അപ്പം അതിൻ്റെ ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് ലേഡീസ് ഹോസ്റ്റലുണ്ട്. അപ്പം പോയിന്റ് വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ റോഡില് മെയിൻ റോഡല്ല, വേറെ സൈഡ് റോഡാണ്. നമ്മുടെ ആർട്സ് കോളേജിന്റെ സൈഡിൽ വേറെ വഴിയാണ്. അപ്പോൾ ആ വഴി ഇങ്ങനെ ഞങ്ങൾ ഈ പേയിങ് ഗസ്റ്റ് പോകുന്ന ഈ യൂസഫ് എന്ന് പറയുന്ന ഡേ സ്കോളറാണ്. പുള്ളി പോയി വരിക, പുള്ളി ടൗൺ വരെ നടന്നു പോകുന്നു. അപ്പോൾ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പം ഞാൻ ഇവനും കൂടെ ഇങ്ങനെ ഇറങ്ങും. അപ്പോൾ ആദ്യമായിട്ട് ക്ലാസ്സിൽ ഇങ്ങനെ ആൾക്കാരെ പരിചയപ്പെട്ടപ്പം അന്ന് ഇപ്പോഴും ഒരു പെണ്ണ് എപ്പോഴും പറയും സിബി ചോദിച്ചത് പേരെങ്ങനെയാണെന്ന് ചോദിച്ചത്. പേരെങ്ങനെയാണ് നമ്മൾ പാലക്കാരെ ശൈലിയില്ല ചോദിച്ചത്. പേരെങ്ങനെയാണ്, പേരെന്താണെന്ന് ചോദിച്ചത്. പക്ഷേ കളിയാക്കും ആൾക്കാർ. എന്നിട്ട് ഞാനും ഇവനും കൂടെ ഇങ്ങനെ പോകും. അപ്പോൾ ഇവൻ മിസ്റ്റർ കോളേജ് പഠിച്ച് ഇവൻ യാതൊരു പ്രശ്നമില്ല, ആരുടെ വേണം ആര് അടിക്കുക, അത് പെണ്ണുങ്ങളാണെന്ന് വ്യത്യാസമില്ല. അപ്പം നമ്മുടെ ഒരു വിചാരം നമ്മൾ അത്രയും കാലത്ത് എക്സ്പീരിയൻസ് പെണ്ണുങ്ങൾ എന്തോ വേറൊരു സെപ്പറേറ്റ് ഒരു ഇതാണ്, ആ ഒരു സിസ്റ്റം ആണല്ലോ നമ്മുടെ നിൽക്കുന്നത്. അപ്പം നമുക്ക് മിണ്ടാൻ പേടി വെച്ച് നമ്മൾ കണ്ടിടിക്കും അങ്ങനെ സംസാരിക്കണം. അപ്പം ഇവനിങ്ങനെ വന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല, പെണ്ണുങ്ങനെ പയ്യെ ഞങ്ങൾ ക്ലാസ്സിൽ പയ്യെ ഇറങ്ങിയിട്ട് സ്പീഡിൽ പോയി. അപ്പോൾ വഴിയുന്ന ഈ പെണ്ണുങ്ങൾ 2 പേര് നടന്നു പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഇല്ല അവർ പോകുന്നുണ്ട്, ഇത് എവിടെ നിന്ന് ചെലവിട്ട് പോകണമെന്ന് പറയും. പക്ഷെ ഇവരടുത്ത് വന്നെങ്കിൽ എന്നാ ഉണ്ട് ബിന്ദു മിനി അങ്ങനെ 2 പേരാണ്. അവരോട് എന്നാ ഉണ്ട് ചേട്ടാ. ഇവനിങ്ങനെ ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കിങ്ങനെ ചൊറിയും, പോകാൻ ഞാനിങ്ങനെ തോന്നും. പക്ഷെ ഇവൻ പിന്നെ എൻ്റെ കയ്യിൽ ഒക്കെ ഇവൻ മസാൻ പറയും. അപ്പം അതിൻ്റെ കൂടുതൽ എന്നോട് ഇവരുണ്ട്. അതിൻ്റെ കൂടെ ഒരു പെണ്ണുള്ളത് ഇതുപോലെ എനിക്ക് ന്യൂമാൻ കോളേജ് പഠിച്ച പുള്ളിക്കാരി. അവൻ പുള്ളിക്കാരത്തി ഇടയ്ക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കും, മറുപടി പറയും. അങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ പോയി. പിന്നെ ഇടയ്ക്ക് ഞാനിതുപോലെ നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് പേയിങ് വീട്ടിൽ നിന്ന് കയറി ഇറങ്ങി വരുമ്പോൾ വഴിയുടെ ഇവിടെ റൂമിൽ ചാടും. ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഞാൻ നേരെ വിട്ടുകൂടി ഇവരോട് നിൽക്കുക, അങ്ങനെ പേടി വന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് പറയുന്ന ആൾ ഇവൻ്റെ കൂടെ കൂടി പിന്നെ നമുക്ക് മനസ്സിലായി ഇവരൊരു വിഷയമല്ലെന്നില്ല. ഈ ബോയ്സ് ഫ്രണ്ട്സിനെ പോലെ തന്നെയാണ് ഗേൾസ് എന്ന് മനസ്സിലായപ്പോൾ ആ ഒരു പേടി മാറിയെന്ന് ഞാൻ പറഞ്ഞു വന്നു. അങ്ങനത്തെ എന്നെയാണ് ഇപ്പം നിങ്ങൾ പണ്ടത്തെ സ്വഭാവം വെച്ചാണെങ്കിൽ അന്നും ഇന്നും പേടിയാണ്. അത് ഈ പ്രാവശ്യം ഈ പറഞ്ഞ ജെൻസിൻ്റെ കെട്ടുകൾ നിന്നപ്പോഴാണ് മനസ്സിലായത്. ഓരോ സമയത്തെ അപ്പം പിന്നെ അത് തന്നെയല്ല, അപ്പോഴത്തെ കുറച്ചുകൂടെ പ്രായമൊക്കെ മുമ്പോട്ട് പോയല്ലോ. അതുകൊണ്ടായിരിക്കും മറ്റ് ബാല്യാവല്യത്തിൻ്റെ സമയത്ത് മിസ്റ്റർ കോളേജ് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടായി അധികം അനുഭവമില്ലായെന്നാണ് പറഞ്ഞത്. അപ്പം ബ്രീഡിങ്ങിൻ്റെ സമയം മിസ്റ്റർ കോളേജ് പഠിച്ചവർ നമ്മളെക്കാളും വഴക്കം വേണ്ടി പറയും. അങ്ങനെയെല്ലാം വിശ്വസിച്ചോട്ടോ. അല്ല അത് സ്മിത പറഞ്ഞാ ഞാൻ വരുന്നില്ലെന്ന്. അപ്പൊ ഇനി കൊണ്ടിന് വരാൻ ചെറിയ പൊട്ടാസും വീഴും ആൾക്കാർ. അങ്ങനെ പോയി പൊട്ടിപ്പൊട്ടി വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് പറയാം. ജോയിക്ക് കൊടുക്കുക കേട്ടോ, ജോ പറയാം.
അങ്ങോട്ട് കയറുമ്പോഴേക്കും അങ്ങോട്ട് കയറുമ്പോഴേ നല്ല യെസ് 1 2 3 4 5 6എവിടെയൊക്കെ പോയി പള്ളിക്കാനം പള്ളി വന്ന് കുർബാനയുണ്ട് ഭാഗം പാഞ്ഞാടി കൂടെ അവിടെ കയറിയിട്ടുണ്ട്. മഴ ഉണ്ടായിരുന്നു ശല്യമൊന്നുമില്ല എല്ലാ ഭംഗിയായിരുന്നു എല്ലാവരെയും കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാതെ എല്ലാവരൊക്കെ ഉണ്ടോ കൂടെ അവരൊക്കെ നല്ല മിടുക്ക് ഫോട്ടോ എടുക്കുകയാണ് എല്ലാവരും കൂടി നിർത്തിയൊന്ന് കാണാം അതെ